എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നില്ല എന്നല്ല. രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നുണ്ട്. അയാൾ വരുന്നില്ലെങ്കിലും അയാളെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, രാഹുൽ ഗാന്ധിയുടേതായിട്ട് പറയാൻ പറ്റുന്ന ഒരു പദ്ധതി പറഞ്ഞു, ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞു. എത്ര പറഞ്ഞാൽ മതി, ഒന്ന് പറ. അതെ, ഒന്ന് പറ. അദ്ദേഹം വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ എന്താ ഒന്ന് പറയാന്ന്. അതെ, ഞാനല്ല, എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് ഹെൽത്ത് സെന്ററിന് എത്ര വണ്ടി കൊടുത്തു? ഹെൽത്ത് സെന്ററിന് എത്ര വണ്ടി കൊടുത്തു? അതല്ല, കുഴപ്പമില്ല. ഹെൽത്ത് സെന്ററിൽ വണ്ടി കൊടുത്തു. അടുത്തത് എത്ര ബാലവാടി ഇവിടെ കൊടുത്തു? ബാലവാടി. ശരി, ഓക്കെ, അത്രയേ ഉള്ളൂ. ഹെൽത്ത് സെന്ററിന് വണ്ടി കൊടുത്തതും ബാലവാടി തുടങ്ങിയതുമാണോ ശ്രീ വിനയൻ രാഹുൽ ഗാന്ധി ഇവിടെ നടപ്പിലാക്കിയത്? ആണോ? ഒരു മിനിറ്റ്, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ ഗോപിനാഥ്, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ്. ആരോപണം എന്റെ സുഹൃത്തെ, കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ രാജ്യം ഭരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നരേന്ദ്രമോദി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിവേചനം അദ്ദേഹത്തിന്റെ ഭരണരംഗത്ത് കാണിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? എന്താണ്, എന്ത് അവകാശമാണ്? മറുപടി പറയട്ടെ. ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയും. അത് കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. ഇവിടുത്തെ ഹിന്ദുവിന്റെ ഏത് അവകാശമാണ് നരേന്ദ്രമോദി നിഷേധിച്ചത് എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? അവരുടെ സംവരണത്തിന്റെ വിഷയമായാലും ശരി, അവരുടെ മതപരമായ അവകാശത്തിന്റെ കാര്യമായാലും ശരി, അവർ ഏതെങ്കിലും വിവേചനം പറയട്ടെ, തടസ്സപ്പെടുത്തരുത് പ്ലീസ്. ഒന്നിരിക്കൂ. മതപരമായി സമയം നീണ്ടുപോകും ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ. എന്റെ ചോദ്യം, മറ്റുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരമാണ് നിഷേധിക്കുന്നത്. ദയവേതൊന്നിരിക്കും. മതപരമായി എന്ത് വിവേചനമാണ് നരേന്ദ്രമോദി കാണിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ പറഞ്ഞതിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാൻ സാധിക്കുമോ? മതപരമായ ഹലോ സുഹൃത്തുക്കളെ, അഡ്വക്കേറ്റ് ഗോപിനാഥ്, താങ്കൾ പറഞ്ഞു പോകൂ. ഇങ്ങനെ നാട്ടുകാർ ചോദിക്കും, വോട്ടർമാർ ചോദിക്കും, ഇതിനെല്ലാം മറുപടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. പെട്ടെന്ന്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായ നിയമമല്ല, മറിച്ച് ഇവിടെയുള്ള കയ്യേറ്റക്കാർക്കെതിരെ, അനധികൃതമായി മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന ആളുകൾക്കെതിരെ ഈ രാജ്യത്തെ ഒരു ബാക്കി മതം പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചുണ്ടാക്കിയൊരു നിയമമാണ്. കാരണം പാകിസ്ഥാൻ ചോദ്യം, നരേന്ദ്രമോദി ഈ നിയമത്തിന്റെ ആവശ്യകത എന്ത് എന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചപ്പോ ഇവിടുത്തെ മുസ്ലിം സമൂഹം അത് നിങ്ങളെ കബളിപ്പിക്കുകയാണെന്നാ പറഞ്ഞത്. നിങ്ങൾ തെറ്റിദ്ധാരണക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും CAA ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിയമമല്ല. പറയാൻ സാധിക്കുമോ? താങ്കൾ ഒരു മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കുന്ന ഒരു നിയമമാണ് CAA എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മുസൽമാന് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെങ്കിൽ ആ നിയമത്തെ ഞാൻ എതിർക്കും. യാതൊരു സംശയമില്ല. ഒരു വിവേചനവും ഉണ്ടായില്ല.